ഇങ്ങനെ ചെയ്യുന്നതിനെയാണ് നമ്മൾ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് എന്ന് പറയുന്നത്. നമ്മൾ ഫസ്റ്റ് സ്റ്റിച്ചായ സിംഗിൾ ക്രോഷേ സ്റ്റിച്ചാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. നമ്മൾ ക്രോഷേയില് ഫസ്റ്റ് സ്റ്റിച്ച് ഇതുവരെ നമ്മൾ ബേസും സ്ലിപ്പ് നോട്ടുകളൊക്കെയാണ് ചെയ്ത് പഠിച്ചിട്ടുള്ളത്. ഇതാണ് ഫസ്റ്റ് സ്റ്റിച്ചാണ് നമ്മൾ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് എന്ന് പറയുന്നത്. ഇനി അടുത്ത ചെയിനിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യാം. യാണോവർ ചെയ്യാം. യാണോവർ ചെയ്യാൻ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ആവശ്യമില്ല എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ നല്ലോണം പഠിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. യാണോവർ ചെയ്തതിന് ശേഷം ഹുക്കിന്റെ മുകളിലേക്ക് വലിക്കുമ്പോൾ നമുക്ക് 2 ലൂപ്പ് കിട്ടും. വീണ്ടും നമ്മൾ യാണോവർ ചെയ്യാം. ഈ 2 ലൂപ്പിന്റെ ഉള്ളിലൂടെയും പുറത്തേക്ക് എടുക്കാം. അപ്പൊ നമുക്കൊരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് കിട്ടി. വീണ്ടും അതുപോലെ തന്നെ തൊട്ടടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യാം. ഹുക്ക് മുകളിലും യാണ് താഴെയാണുള്ളത്. വീണ്ടും നമ്മൾ യാണിനൊന്ന് മുകളിലേക്ക് ഓവർ വെച്ച് കൊടുത്തിട്ട് ഈ ഒരു ഭാഗത്തെ ഇങ്ങനെ ഉള്ളിലോട്ട് വലിച്ചു കൊടുക്കാം. അപ്പൊ നമുക്ക് ഹുക്കില് 2 ലൂപ്പ് കിട്ടും. അപ്പൊ യാണ് താഴെയും ഹുക്ക് മുകളിലാണുള്ളത്. വീണ്ടും യാണോവർ ചെയ്യാം. യാണിന് മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഈ 2 ലൂപ്പിന്റെ ഉള്ളിലൂടെയും പുറത്തേക്ക് എടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്കൊരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് കിട്ടും. അടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യാം. ഹുക്ക് മുകളിലും യാണ് താഴെയാണുള്ളത്. യാണിനൊന്ന് ചുറ്റി കൊടുക്കുക. അതിനുശേഷം ഈ കുളത്ത് ഇങ്ങനെ താഴോട്ടേക്ക് വെച്ചിട്ട് ഈ ചെയിനിന്റെ ഉള്ളിൽ കൂടി മുകളിലേക്ക് വലിക്കുമ്പം 2 ലൂപ്പ് കിട്ടും. 2 ലൂപ്പ് കിട്ടും. ഹുക്ക് മുകളിലും യാണ് താഴെയാണുള്ളത്. വീണ്ടും നമ്മളൊന്ന് യാണോവർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ 2 ലൂപ്പിന്റെ ഉള്ളിലൂടെയും പുറത്തേക്ക് എടുക്കാം. വീണ്ടും തൊട്ടടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യാം. യാണിനെ ഒന്ന് മുകളിലേക്ക് ചുറ്റി കൊടുക്കുക. യാണോവർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് വലിക്കുക. 2 ലൂപ്പ് കിട്ടും. വീണ്ടും നമ്മൾ യാണോവർ ചെയ്ത് കൊടുക്കുക. ഈ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ 2 പ്രാവശ്യം യാണോവർ ചെയ്യുന്നുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെയും പുറത്തേക്ക് എടുക്കുക. അടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഫസ്റ്റ് യാണോവർ ചെയ്യുക. ഇതിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. ഇപ്പോൾ 2 ലൂപ്പ് കിട്ടും. വീണ്ടും നമ്മൾ സെക്കൻഡിൽ യാണോവർ ചെയ്യുക. രണ്ടാമത് യാണോവർ ചെയ്യുക. അപ്പം ഇതിന്റെ 2-നുള്ളിലൂടെ പുറത്തേക്ക് എടുക്കാം. അങ്ങനെ 2 പ്രാവശ്യമാണ് യാണോവർ ചെയ്യുമ്പോഴാണ് നമുക്കൊരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് കിട്ടുന്നത്. തൊട്ടടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യാം. യാണോവർ ചെയ്യാം. ഇതിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കാം. അപ്പൊ നമുക്ക് ഹുക്കിൽ 2 ലൂപ്പ് കിട്ടും. നമുക്ക് വീണ്ടും യാണോവർ ചെയ്യാം. ഈ 2 ലൂപ്പിന്റെ ഉള്ളിലൂടെയും പുറത്തേക്ക് എടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് കിട്ടുന്നതാണ്. അപ്പൊ നമ്മൾ 11 ചെയിൻ സ്റ്റിച്ച് ആണ് എടുത്തിട്ടുള്ളത്. 11 ചെയിൻ സ്റ്റിച്ച് നമ്മൾ ഒരു ചെയിൻ സ്കിപ്പ് ചെയ്ത് ചെയ്യുമ്പോൾ നമുക്ക് 10 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ആണ് കിട്ടുക. അപ്പം ഓരോ റൗണ്ടിലും കൗണ്ട് ചെയ്തിട്ട് വേണം നമ്മൾ ചെയ്യാന്. ഇനി നമ്മൾ ഫസ്റ്റ് നമ്മൾ സ്ലിപ്പ് നോട്ട് ചെയ്തില്ലേ. ഇപ്പൊ ബാക്ക് വൈസ് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം ഫസ്റ്റ് ചെയ്ത സ്ലിപ്പ് നോട്ടിലാണ് നമ്മൾ ലാസ്റ്റത്തെ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുന്നത്. അതിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യാം. യാണ് മുകളിലേക്ക് ഒന്ന് വെച്ച് യാണോവർ ചെയ്ത് കൊടുക്കുക. ഹുക്കിനെ ഈ ഒരു ലൂപ്പിന്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. ചെയിനിന്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുമ്പോൾ നമ്മൾ ഹുക്കിൽ 2 ലൂപ്പ് കിട്ടും. വീണ്ടും നമ്മൾ യാണോവർ ചെയ്യുക. ഈ 2 ലൂപ്പിന്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് കിട്ടും. ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഫിനിഷ് ആയിട്ടുള്ള രൂപമുള്ളത്. ഓരോ സ്റ്റിച്ചും ഒരുപോലെ കിട്ടണം. എന്നിട്ട് നമ്മൾ ഒന്ന് കൗണ്ട് ചെയ്യല് ഇങ്ങനെ പിടിച്ച് നോക്കുമ്പോൾ നമുക്ക് ഈ ചെയിൻ സ്റ്റിച്ച് ഇവിടെ കാണും. അപ്പോൾ അത് 1 2 3 4 5 6 7 8 9 10 അങ്ങനെ എനിക്ക് 10 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് കിട്ടിയിട്ടുണ്ട്. നമ്മൾ 11 ചെയിൻ സ്റ്റിച്ച് ചെയ്തു. ഒരു ചെയിൻ സ്കിപ്പ് ചെയ്തത് കൊണ്ട് നമുക്ക് 10 സിംഗിൾ ക്രോഷേ സ്റ്റിച്ചാണ് കിട്ടുക. അപ്പൊ നിങ്ങൾ എത്ര ചെയിൻ സ്റ്റിച്ച് എടുക്കുന്നുണ്ടോ അതിന്റെ 1 കുറവായിട്ടാവും അടുത്ത സ്റ്റിച്ച് കിട്ടുക. അപ്പൊ എല്ലാവരും നല്ലോണം പ്രാക്ടീസ് ചെയ്യാം.